ഓക്കെ ഫൈൻ. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എൻ്റെ പേര് അരുൺ മാത്യൂസ് ആണ് മൊത്തം പേര്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത്. സോ ബ്രോയുടെ കൂടെ ഒരു ഫെബ്രുവരി തൊട്ടുണ്ട്. ഈ ഫെബ്രുവരി തൊട്ട് അത്രേ ഉള്ളൂ. ഈ ഫെബ്രുവരി ഞാൻ ബാംഗ്ലൂരായിരുന്നല്ലോ, ജനുവരി ഫെബ്രുവരി മാർച്ച്. ശരിയാ, ഇതിൻ്റെ ഇടയ്ക്കാണ് ബ്രോയുടെ വന്നിട്ട്. ആദ്യത്തെ ഒരു എത്ര മന്ത്സ് കൺസിസ്റ്റന്റ് ആയിരുന്നു? കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാർച്ച്, ഒരു ഏപ്രിൽ തുടക്കം വരെ. പിന്നെ ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ എക്സാം അതിന്റെ പുറകെയായിരുന്നു. ആദ്യം വന്നിട്ട് എത്ര വീഡിയോസ് കണ്ട് തീർത്തായിരുന്നു പെട്ടെന്ന്? വീഡിയോസ് ഒക്കെ പടയം തീർത്തു. ടെക്നിക്കൽ പരിപാടി അപ്പൊ തന്നെ ആയി, എന്നിട്ട് പെട്ടെന്ന് അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആണ് എക്സാം ഒക്കെ വന്നപ്പോ ഒന്ന് നിർത്തേണ്ടി വന്നു, ബ്രോഡ് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തേണ്ടി വന്നു. എന്നിട്ടിപ്പോ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സെപ്റ്റംബർ പോവല്ലേ? സെപ്റ്റംബർ 5 പറയണ്ട, ആഗ്രഹമുണ്ട്. സെറ്റ് ആക്കണം അല്ലേ? സെറ്റ് ആക്കണം. ഫ്യൂച്ചേഴ്സാ ചെയ്യുന്നേ. ഫ്യൂച്ചേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം ബ്രോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനിപ്പോ ബ്രോയുടെ അടുത്ത് ചോദിച്ചനുസരിച്ച് മനസ്സിലാക്കിയ അനുസരിച്ച് ഫോറക്സിനേക്കാളും കുറച്ചുകൂടി ഈസി എന്ന് പറയണ്ട, ലൈക്ക് ഈസി ടു യൂസ്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒക്കെ ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഫോറക്സിൽ തന്നെ നമ്മളിപ്പോ പെട്ടെന്ന് മെറ്റാ ട്രേഡ് എടുക്കുന്നു, പിന്നെ അത് അങ്ങനെ മാറ്റുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി ട്രേഡ് ചെയ്യുന്നു. അത് ഭയങ്കര പാടാത്. പക്ഷെ ഒരു ബിഗിനർ നമ്മുടെ ബിഗിനർ ഒരാൾ ഫോറക്സ് ചെയ്യുന്ന ആളുണ്ട്, അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ചെയ്തോളാം പറഞ്ഞു. അതൊക്കെ സൂപ്പർ. എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ആക്ച്വലി, അവനും കറക്റ്റ് ഡയറക്റ്റ് ഞാൻ ഫോറക്സിലേക്ക് വന്ന സമയത്ത് അവൻ ഡയറക്റ്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നേ. ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ പറയാം, കുറച്ചുകൂടെ ഒരു സ്ട്രോങ് മൈൻഡ് വേണം ആക്ച്വലി. ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഉള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഫണ്ടഡ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് വരുമ്പോൾ. അവിടെ നമുക്കുള്ള ഫസ്റ്റ് ഒരു അക്കൗണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന $50,000 $50,000. ഫോറക്സിലേക്ക് വരുമ്പോൾ $5,000 അക്കൗണ്ട് പോലെ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ മണി കാണുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ്, ഇപ്പൊ ഒരു $1,000 പ്രോഫിറ്റ് കാണുന്ന പോലെ അല്ല $100 പ്രോഫിറ്റ് കാണുന്നത്. മൈൻഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, ഡോപ്പമൈൻ കിക്ക് ഉണ്ടാവും. സോ അതൊരു വലിയൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഫോറക്സിലേക്ക് വന്നിട്ട് ഫ്യൂച്ചേഴ്സ് എടുക്കുക എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരോട്. പക്ഷെ ഞാൻ ആരോടും പറയാം, ഇതെല്ലാം ഞാൻ എന്റെ ജോലി പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളാണ് ഇതിനകത്തുനിന്ന് ഏത് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്നുള്ളത് ഏറ്റവും ഗ്രൂപ്പിൽ തന്നെ എത്ര പേരുണ്ട് ഇന്ത്യൻ ഓപ്ഷൻസ് ചെയ്യുന്നവര്, ഫോറക്സ് ഗ്രൂപ്പിൽ തന്നെ. അത് തന്നെ, അത് സെയിം സെറ്റപ്പ് വെച്ചിട്ട് അത് ഞാൻ ഒരിക്കലും ഒരാളെടുത്തും പോയി പറയത്തില്ല എന്തുകൊണ്ട് അതെടുത്തു അല്ലെങ്കിൽ അതെന്തിനു ചെയ്തു എന്ന് ഞാൻ പറയത്തില്ല. പിന്നെ എടുക്കുന്ന ട്രേഡ്സിന് ഇവാലുവേറ്റ് ചെയ്യും, അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പൊ നമ്മുടെ സെറ്റപ്പിലാണ് ഫണ്ട് അക്കൗണ്ട് എടുക്കാൻ പേടിയുള്ളവർ, ഇപ്പൊ ചില സ്കാം എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്ന പേ ഔട്ട് ഇഷ്യൂ ഉള്ളവർ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരുടെ പേഴ്സണൽ ചോയ്സിൽ സൂപ്പർ ആയിട്ട് എല്ലാവരും പേഴ്സണൽ സ്വന്തമായിട്ടാണ് എന്നുള്ള ഒറ്റ റീസണിൽ ഫണ്ട് അക്കൗണ്ട് എടുക്കാൻ നമ്മുടെ ഗ്രൂപ്പിൽ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാവുന്നവരുണ്ട്. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ഫോട്ടോ അയച്ചു തരും. ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്നില്ലല്ലോ, സെയിം സെറ്റപ്പ്. ഞാൻ എന്റെ സെറ്റപ്പ് ഇത്ര ക്ലീൻ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വർക്ക് ചെയ്യൂ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുള്ള പരിപാടി 2026 ഒക്കെ ആകുമ്പോഴത്തേനും ഓപ്ഷൻസ് ചെയ്ത് തുടങ്ങിയാലോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. കാര്യം നമ്മളെ ചെയ്യാം, ട്രേഡർ എന്നുള്ള രീതി നമ്മൾ നല്ല രീതി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കാം. ഫ്യൂച്ചേഴ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമേ ഡബിൾ മൈൻഡായിട്ടാണ് വന്നത്. ഫോറക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ഒരു ട്രേഡിങ് കരിയറിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചേഴ്സ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ അങ്ങനെ കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഞാൻ ഫോറക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാതിരുന്നു ഫ്യൂച്ചേഴ്സിലേക്ക് കാര്യം. പിന്നീട് ഞാൻ തിരിച്ച് ഫോറക്സിലേക്ക് വരുമ്പോ എനിക്ക് ഫോറക്സ് ചെയ്യുമ്പോ എന്തോ പോലെ പ്രൈസ് ഡെലിവറി കാണുമ്പോ ഭയങ്കര എന്തോ ഇപ്പൊ കാണുമ്പോ ഭയങ്കര ഡിഫറൻസ്. ഞാൻ ഭയങ്കര അടിപൊളിയത്. പിന്നെ എന്താണ് ഒരു സ്റ്റാർട്ടിങ് പേസ് മുതൽ ഇതുവരെയുള്ള ആ ഒരു ഇത് പറ, ലൈക്ക് എൻ്റെ അടുത്ത് വന്നെന്നുള്ള നമ്മളെ കമ്മ്യൂണിറ്റി വന്നിട്ട് എനിക്ക് എന്തോ ലക്കുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ളവരെ പോലെ. ഞാനിപ്പോ ട്രേഡിങ് സത്യം പറയാൻ തുടങ്ങിയിട്ടില്ല, അക്കൗണ്ട് എടുത്തു. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ കുറെ പേര് ആൾക്കാരാണെങ്കിലും ഇപ്പൊ പലതരം സ്കാമിലൊക്കെ പെട്ട് ഇപ്പൊ 100% ആ സംഭവം കൊണ്ട് വരുന്നതോളരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ബ്രോ കറക്റ്റ് ആയിട്ട് പറയും ഇതാണ് 70 to 80 വരെ, 60 പറയത്തുള്ളൂ, 70 to 80 വരെ വരും. അത് മാത്രമല്ല കറക്റ്റ് ആയിട്ടൊന്നും ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ബ്രോ എടുത്തു. അതിപ്പോ ഞാൻ
പെയ്ഡ് പ്രൊമോഷൻ അല്ലേ കേട്ടോ. ബാക്കി കുറെ ആൾക്കാരുണ്ട് നല്ലത്, പക്ഷെ കുറച്ചുകൂടെ ജെന്യൂനാ. അത് ഞാൻ ബ്രോ പറഞ്ഞല്ല, ഞാൻ പറയുക അത്യാവശ്യം നല്ല ജെന്യൂനാ. ഇങ്ങനെയാണ് അതുപോലെ ലൈഫ് ടൈം ആയിട്ട് മിക്കവന്മാർ ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മെന്റർഷിപ്പിന് വേണ്ടി. മിക്കവരും ഇപ്പൊ ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാം എത്ര നാളത്തേക്കാ? 3 months അത് കഴിഞ്ഞ് ഒരു 2 months സപ്പോർട്ട്. എനിക്ക് മനസ്സിലാകാത്ത എങ്ങനെയാണ് ഒരാൾ പ്രൊഡക്റ്റിന് ഉണ്ടാക്കി വിടുന്നു. അല്ലടാ, ഇപ്പൊ ഒരിക്കലും ഒരാളെ എനിക്ക് പ്രോഫിറ്റ് വളക്കാൻ പറ്റത്തില്ല. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, എനിക്ക് വാട്ട് ഐ ക്യാൻ ഡു, എനിക്ക് റൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാം. ഈ പാത്തികൂടെ പോയി കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പാത്ത് എത്ര ടൈം എടുക്കും എന്നുള്ള ഒരു സംഭവം ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ആയാലും ഞാൻ പറയുന്നു, നീ ഇതൊരു 3 month മെന്റർഷിപ്പ് എന്നുള്ള രീതിയിലായിരുന്നു നീ വന്നിരുന്നെങ്കിൽ നീ നമ്മളിപ്പോ സംസാരിക്കത്തൂല്ലേ. എല്ലാവരും ബോണ്ട് വരെ വേണമെങ്കിൽ ഒരു മെന്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞതാ. ബാക്കിയുള്ളവന്മാരെന്നൊക്കെ പറയുന്നത് തോന്നുന്നു ജസ്റ്റ് 3 മാസം കണ്ടന്റ്, അതായത് നമുക്ക് യൂട്യൂബിൽ ഒരു ഫ്രീ ആയിട്ട് കിട്ടും. അത് പൈസ കൊടുത്ത് ഇവന്മാര് മേടിച്ചിട്ട് 3 മാസം പഠിപ്പിച്ച് വിടുക. ഒട്ടും താല്പര്യം. ഒരു ബിഗിനിങ് ഇപ്പൊ ഒരാൾ വരുന്ന ഒരാൾക്ക് മെന്റർഷിപ്പിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം യൂട്യൂബിലല്ല ഇപ്പൊ ഫ്രീ അവൈലബിൾ ആണ്. പക്ഷെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ഔട്ട് അത് ഭയങ്കര വലിയ ഇപ്പം അവിടെ അങ്ങനെ ഇപ്പൊ എല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. ഇപ്പൊ അതന്നെ നിങ്ങൾക്ക് അങ്ങനെ റെഡിയാണ്, നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പിന്റെ ആവശ്യമില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ ടീച്ച് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോടെ ഞാൻ ബ്രോഡ് എനിക്കറിയാം ആൾക്കാര് ലൈക്ക് ആ ഒരു ഈ ഒരു ഫീൽഡിന്റെ ഒരു എക്സ്പോഷർ, ഈ മെന്റർഷിപ്പിന്റെ ഒരു എക്സ്പോഷർ എന്തും വേണ്ടി ഉണ്ടെന്ന് എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾ. ഇപ്പൊ ബ്രോ എന്ന് പറയുമ്പോൾ തന്നെ ഇത് വീഡിയോ തന്നെ ഉണ്ടാക്കിയെടുത്ത് എല്ലാം ബിൽഡപ്പ്. അതേസമയം ഞങ്ങൾ കുറച്ച് പേരെന്ന് പറയുമ്പോൾ ഇത് പറ്റത്തില്ല. അപ്പൊ ഒരു മെന്റർഷിപ്പിന്റെ ആവശ്യം വേണം. അപ്പൊ ബ്രോഡ് എടുത്ത് അങ്ങനെ കറക്റ്റ് ആളുടെ അടുത്ത് എന്ത് ഭാഗത്തിന് കിട്ടി നല്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല ജെന്യൂനാ സത്യം പറഞ്ഞ. പച്ചക്ക് പറയും, ബ്രൂട്ടലി ഹോണസ്റ്റി. അതാണ് എന്റെ ഞാൻ തുടക്കത്തിലൊരു ഞാൻ തുടക്കം ഇപ്പം ഞാനും വേറൊരാളും തമ്മിൽ ഡിഫറെന്റ് എന്ന് പറയുന്നത് ടു ബി ഓണസ്റ്റ് ആയിട്ട് നിൽക്കാന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അക്കൗണ്ട് ബ്ലോക്ക് ആയാലും ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയാലും എന്താണെങ്കിലും ഞാനത് പറയും. കാര്യം എന്നെ കണ്ടോണ്ട് അല്ലെങ്കിൽ ഞാൻ എത്ര ക്യാഷ് ഉണ്ടാക്കുന്നുള്ളത് കണ്ടോണ്ടല്ലേ നിങ്ങൾ വരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ചെയ്യുന്നതിന്റെ സെറ്റപ്പാ. അതിന്റെ വിൻ റേറ്റും അതിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ എത്ര പേര് കാര്യങ്ങളും എടുത്ത് എത്ര പേര് ചലഞ്ച് പാസ്സാക്കി, അത് തന്നെ മതി എനിക്ക് ഞാൻ ഇങ്ങോട്ട് ഇത് കാണിക്കാം. പക്ഷെ അപ്പൊ അതിന്റെ സ്കെയില് കൂടി ബ്രോ തന്നെ ഉണ്ടാക്കിയ സ്കെയില് കൂടും, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അതിപ്പോ ഒരു 100 പേരോട് ഇനി വന്നു കഴിഞ്ഞാല് എന്റെ സെയിം സെറ്റപ്പ് 100 പേരോട് ചെയ്യണം. അപ്പൊ അത്രയും പ്രോബിലിറ്റി കൂടുകയാണ് സെയിം സെറ്റപ്പിന്റെ. അതൊരു വലിയൊരു കാര്യമാണ്. ലൈക്ക് അതെങ്ങനെ ഇത് ബ്രോന്റെ വീഡിയോ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്ത് എത്ര നാളെടുത്ത് ഇത് തന്നെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല. അയ്യോ, എനിക്ക് തന്നെ ഇടയ്ക്ക് നമുക്കിത് അറിയാം, സെറ്റപ്പ് അറിയാം, എന്നിട്ട് ഇടയ്ക്ക് കിട്ടത്തില്ല. ഇതിനു വേണ്ടി ചെല്ലുന്ന കണ്ടെത്തുക എന്ന് പറഞ്ഞ സെറ്റപ്പ് സൂപ്പർ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സെറ്റപ്പ് ഭയങ്കര സിമ്പിളാ. ഭയങ്കര സിമ്പിളാ, ഏറ്റവും സിമ്പിളസ്റ്റ് കാര്യം. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ, ഒരാഴ്ച കൊണ്ട് ഒരാൾക്ക് പഠിച്ച് മനസ്സിലാക്കാം. ഭയങ്കര എളുപ്പമാണ്. പിന്നെ സൈക്കോളജി ആയിട്ടുള്ള രീതിയിൽ അറ്റാച്ച് ആയി ബാക്കി പിന്നെ സൈക്കോളജിയാ പഠിപ്പിക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് തന്നെ. ഇതിലേക്ക് ഞാൻ എങ്ങനെ വന്നെന്ന് പറഞ്ഞാല് ഞാൻ സത്യം ഞാൻ ICT വ്യൂവർ ആണ്, ICT യൂട്യൂബ് ചാനൽ. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തന്നെ 2026 ആകുമ്പോ ICT അടുത്ത ടീച്ചിങ് കണ്ടന്റ് ഇറക്കും. 27 ആകുമ്പോ ആൾക്ക് കഴിവുള്ള കാലത്തോളം ആള് മെന്റലി ഹെൽത്തുള്ള കാലത്തുള്ള ആള് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആളൊരു നല്ല ബിസിനസ്മാനാണ്. കാര്യം ഈസ് മൈ ഹെൽ ഔട്ട് ഓഫ് മണി ഔട്ട് ഓഫ് യൂട്യൂബ് ആൻഡ് ടീച്ചിങ് എന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആളെ കുറ്റപ്പെടുത്തുമല്ല, ആളുടെ കോൺസെപ്റ്റ് നല്ലപോലെ വർക്കിംഗ് ആണ്, എല്ലാം ആണ്. പക്ഷെ ഫെയർ വാല്യൂ ആപ്പ് ഓർഡർ ബ്ലോക്ക് അറിയാത്ത ആരുണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത്? എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ നോക്കുന്നത് ഇതൊക്കെ എങ്ങനെ ഒരു സിമ്പിൾ വേയില് ഒരുമിച്ച് കൊണ്ടുവരാം. ഇപ്പം ചില ഏരിയ നമ്മുടെ VLP ILP എന്ന് പറയുന്ന സെറ്റ് വാലിഡേഷൻ ആണ് മെയിൻ ആയിട്ട്. ഇപ്പൊ പ്രൈസിന്റെ വാലിഡേഷൻ ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ. അപ്പം ചില ഏരിയാസ് ഈ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ആപ്പ് ഒന്നും വർക്ക് ആവത്തില്ല. നമുക്ക് അപ്പൊ ഇതിലെ ട്രസ്റ്റ് എന്താ വർക്ക് ആവത്തില്ല, ICT കോൺസെപ്റ്റ് വർക്ക് ആവത്തുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇതിനകത്തുണ്ട്. അപ്പം ചില ഏരിയയിൽ വർക്കാവും, ചില ഏരിയ വർക്കാവുന്നില്ല. ഈ രണ്ട് ചാർട്ട്, ഒരു ഫെയർ വാല്യൂ ആപ്പ് വർക്കായി ഫെയർ വാല്യൂ ആപ്പും ഒരു ഫെയർ വാല്യൂ ആപ്പ് ഫെയിൽ ആയ ഫെയർ വാല്യൂ ആപ്പ് ഞാൻ എടുത്തു വെച്ച് പറയും.
ഞാൻ ഇത് രണ്ടുകൂടെ കോൺസ്റ്റന്റ് ആയിട്ട് അനലൈസ് ചെയ്ത് തുടങ്ങി. എന്തുകൊണ്ട് ഇത് ഫെയിലായി, എന്തുകൊണ്ട് ഇത് വർക്കായി. അങ്ങനെയാണ് VLP ILP VLP എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഓരോ സംഭവങ്ങളും. പിന്നെ ഞാനിരുന്ന് സത്യം പറയാലോ, ഞാൻ എനിക്കത് പറയുമ്പോ ഇപ്പൊ എനിക്ക് രോമാഞ്ചം വരും. ഞാൻ എത്ര മണിക്കൂർ മാർക്കറ്റ് കുത്തിരുന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തെന്നറിയാം സെറ്റപ്പ്. 2-3 കൊല്ലം എടുത്തു കാണും. എത്ര നാൾ എടുത്തു? ഇത് പെട്ടെന്ന് കിട്ടുക. ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ എടാ അതിന്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിലേക്കാണ് ഞാൻ എത്തിപ്പെടുന്നത്. പക്ഷെ ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്തില്ല. ഇത് ഞാൻ ഇത്ര ഉള്ള പരിപാടി, ഇത് ചെയ്താൽ എന്തോ ഇത്ര വിൻറേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇത്ര സിമ്പിൾ ആവരുത് ട്രേഡ്. എന്റെ ഉള്ളിൽ ട്രേഡ് ഒരിക്കലും ഇങ്ങനെ സിമ്പിൾ ആവരുത്. 98% ആൾക്കാർ ഫെയിൽ ആകുന്ന ഒരു ഫീൽഡില് ഇത്ര ഉള്ളു ട്രേഡിംഗ് എന്ന് ഞാൻ വിശ്വസിക്കാനായിട്ട് എന്നെ സമ്മതിച്ചില്ല. അവിടുന്ന് ഞാൻ സത്യം പറഞ്ഞ 2024 മെന്റർഷിപ്പ് ഞാൻ വാച്ച് ചെയ്തു. ICT-യുടെ കുത്തിയിരുന്ന് പഠിക്കാനായിട്ട് നോക്കി. 25 ഇറങ്ങി. എനിക്കറിയില്ല, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഞാനത് വേറെ ഡിസ്റെസ്പെക്റ്റീവ് അല്ല, ICT കാരണമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ ഒരു ലൂപ്പാണിത്. ഇതിനകത്ത് ലൂപ്പാണ് ആക്ച്വലി. അത് ബിഗിനേഴ്സ് എന്നല്ല, ഈവൻ എനിക്ക് ഇപ്പൊ ICT-യുടെ വീഡിയോ എനിക്ക് റെക്കമെൻഡേഷൻ വരും. ഈവൻ അൺസബ്സ്ക്രൈബ് കഴിഞ്ഞാലും ഞാൻ നേരത്തെ റെഗുലർ വ്യൂവർ ആയതുകൊണ്ട് എനിക്ക് റെക്കമെൻഡേഷൻ വരും. എനിക്ക് കിക്കുണ്ടാവും എന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിന്തിക്കുക എനിക്ക് എന്തിനാണ് ആവശ്യം. ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ ആൽഗോരിതമേ ഞാൻ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ റീലിന്റെ ആൽഗോരിതം. കാര്യം നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതങ്ങനെയാണല്ലോ. അപ്പൊ അത് തന്നെ. അതുകൊണ്ട് മാക്സിമം ക്വാളിറ്റി കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യും. ട്രേഡിങ് റിലേറ്റഡ് എനിക്ക് ഇനി ഒരു സാധനത്തിന് ആവശ്യമില്ല. എനിക്ക് എന്റെ സാധനം കിട്ടി, ലൈഫ് ടൈം എനിക്കിത് വർക്കാവും, എനിക്കറിയാം. പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ML എന്ന് പറയുന്ന ഒരു പുതിയ TDR അല്ലെങ്കിൽ പുതിയൊരു ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അത് എന്ത് ക്ലീൻ ആയിട്ടാ വർക്ക് ചെയ്യുന്നത്, പൊക്കയായിട്ടാ വർക്ക് ചെയ്യുന്നത് ML എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഞാനത് സിമ്പിൾ സാധനമാ. അതാ ആക്ച്വലി അങ്ങനെയൊക്കെ ഉള്ള ഇനി പോളിഷ് കൊണ്ടത് പോളിഷ് ചെയ്ത് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ ചില ഏരിയാസ് എന്നോട് നമ്മുടെ മെന്റർഷിപ്പിലുള്ള ആൾക്കാർ തന്നെ വന്ന് എന്നോട് ഇങ്ങോട്ട് പറയും, ബ്രോ ഈ ഒരു സമയത്ത് മാർക്കറ്റിനെ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ എന്തെങ്കിലും ഡിഫറൻസ് കാണും. അപ്പൊ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. മറ്റേ ഞാൻ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഇപ്പം ചില സമയത്തൊക്കെ ലൈവ് നമ്മൾ എല്ലാ ദിവസവും ഞാൻ ലൈവ് ഇരുന്നാണ് എടുക്കുന്നത്. ചില സമയത്തൊക്കെ ഞാൻ കാണാത്ത ലിക്വിഡിറ്റി ആയിരിക്കും. അവിടെ ലിക്വിഡിറ്റി ഉണ്ട്, മാർക്ക് ചെയ്തില്ലല്ലോ, ഞാൻ പോയി നോക്കുന്ന. അപ്പോഴേ ഈ ലൈവ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് അതായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഞാൻ ഈ ഒരു സെറ്റപ്പ് കിട്ടി കഴിഞ്ഞൊക്കെ എനിക്കൊരു ഇതിനൊരു ട്രസ്റ്റ് വന്നത് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്തൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ഗോൾഡൻ സെറ്റപ്പ് കിട്ടിയെന്ന് പറഞ്ഞാലും ഇയാൾ ഇപ്പൊ ഞാൻ എടുത്ത് കാണിക്കാം, എനിക്ക് വേണം എന്റെ ഡേറ്റാസ് കഴിഞ്ഞ വീക്കിലെ ഡേറ്റാസ് വേണമെങ്കിൽ നിന്റെ അടുത്ത് കാണിക്കാം. എന്റെ ട്രേഡിംഗ് സെറ്റപ്പ് ഡേറ്റയാണ്, വിൻ റേറ്റ് കാണിച്ചെടുത്ത് കാണിക്കും. പക്ഷെ അത് കണ്ടതുകൊണ്ട് ഒരിക്കലും നിനക്ക് ട്രസ്റ്റ് വരത്തില്ല. അത് ഞാൻ ചെയ്തയാ. നീ ചെയ്ത് നിന്റെ റിസൾട്ട് കണ്ടാൽ മാത്രമേ നീ ട്രസ്റ്റ് അത് ആ ഒരു സാധനം ട്രസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ 2 months ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. കാരണം എക്സാമ്പിൾ ഒരു 15 മിനിറ്റ് അല്ലെ ഒരു മണിക്കൂർ നമ്മുടെ ലണ്ടൻ ആ ടൈം ഫ്രെയിമിൽ സെയിം സെറ്റപ്പ് വെച്ച് 2 പേര് ട്രേഡ് എടുത്ത് ചിലപ്പോൾ 2 ട്രേഡ് ആയിരിക്കും കേട്ടോ. ബേസിക് എക്സാമ്പിൾ. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ചിലർ ആ സമയത്ത് ചില ലിക്വിഡിറ്റി കാണത്തില്ല. അത് ആറ് കുഴപ്പമാ സെറ്റപ്പിന്റെ അല്ല, അത് ഓരോ ഡിഫറൻസ് ആണ്. ലൈക്ക് ഇതിപ്പോ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ചിലർ ഇമോഷണലി അത്ര കുറച്ചുകൂടെ ബാങ്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സത്യം പറഞ്ഞാൽ കുറെ കൂടെ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെയിം കോൺസെപ്റ്റ് തന്നെ. ഈ ഒരു 3-4 മാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഒരു സംഭവം പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതിനെ പ്രഷർ ചെയ്യാണ്. അതായത് 3-4 മാസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും സെറ്റ് ആവണം, അല്ലെങ്കിൽ ഈ സാധനം പോകും എന്റെ കംപ്ലീറ്റ്ലി. ആ ഒറ്റ കോൺസെപ്റ്റ് കൊണ്ടാണ് ഞാൻ ഇത് മെന്റർഷിപ്പ് ലൈഫ് ടൈം ആക്കിയത്. കാര്യം പക്ഷെ ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവിടെ ഉണ്ടല്ലേ എപ്പോ വേണേലും ചെന്നാൽ മതിയല്ലോ, ഇതില്ലെങ്കിൽ അത് എന്നുള്ള അങ്ങനെയുള്ള കുറെ പേരുണ്ട്. അങ്ങനെയുള്ള കുറെ പേരുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പറയാം. കാരണം ഇത് ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഗ്യാപ്പ് ഇട്ടേ. ഞാൻ 2 മാസം സൂപ്പർ ആയിട്ട് പഠിച്ചു, നല്ലോണം പഠിച്ചു, പിന്നെ ഗ്യാപ്പ് ഇട്ടു. കാരണം ഇവിടെ ഉണ്ട്, എങ്ങും പക്ഷെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമ്പോ ഇങ്ങനെ ചെയ്യുന്ന എന്നോട് വേറെ ഉള്ളതെന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഈ ലൈവ് ഇരിക്കുന്നത് ബ്രോ ഈ സ്പോൺ ഫീഡ് ചെയ്യുന്ന പോലെ ആകുവാണ്. പലർക്കും എന്നോട് ഒരാളൊന്ന് ഡയറക്റ്റ് മെസ്സേജ് ബ്രോ ഈ ലൈവ് ഇരിക്കാത്ത ദിവസം, ഞാൻ ഇപ്പൊ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ലൈവ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്നോട് ഓരോ ആൾക്കാർ വന്നിട്ട് പറയും
ബ്രോ ഈ ലൈവ് ഇരിക്കുന്ന ദിവസം എനിക്ക് ട്രേഡ് എടുക്കാൻ കോൺഫിഡൻസ് ഇല്ല, ബ്രോയുടെ കൂടി ഇരുന്ന ട്രേഡ് എടുക്കുമ്പോൾ SL ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഓൾറെഡി ഞാൻ ചെയ്യത്തില്ല, അല്ലാത്തപ്പോൾ അന്നേരം എന്നെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈവ്, അതുകൊണ്ട് ഇപ്പൊ ലൈവിന്റെ ആഴ്ചയിൽ എന്താണ് കുറച്ചുകൊണ്ട് വരുന്നത്, 1-2 ലൈവൊക്കെ ഞാൻ കുറച്ചുകൊണ്ട് വന്നത്. കാര്യം സ്പൂൺ ഫീഡ് ചെയ്യുന്നതിനേക്കാൾ എത്രയും ബെറ്റർ ഈ സാധനം ഓൾറെഡി എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിയർ കട്ട് ഫോർമാറ്റ്. ഈവൻ ആ ഒരു ആപ്ലിക്കേഷനിൽ ആക്സസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല ജീവിതകാലം ഫുള്ള്. അങ്ങനെ ഞാൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് പിന്നീടും ഞാൻ പിന്നെയും ഇത് സിമ്പിൾ ആക്കിക്കൊണ്ടിരിക്കുവാണോ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഇതൊന്ന് ഒന്ന് റെഡ്യൂസ് ചെയ്തത്. ഇതിപ്പോ ഒരു സത്യമായ ഒരു കണക്ക് പോലെ നമുക്ക് ഒരു 1+2 എത്ര 3 ആണ് അതിന്റെ അകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ അത് പറയുന്നുണ്ട്. വേറെ സാറും ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ അതിന്റെ അകത്ത് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മളത് നോക്കുക, അത് അപ്ലൈ ചെയ്യുക. അതെ തന്നെ. ഞാൻ പറയാം, ഒരു ഇയർ എടുത്ത് നോക്കുവാണെങ്കിൽ ചില മാസങ്ങളിൽ എന്റെ സെറ്റപ്പ് വർക്ക് ചെയ്യാത്ത മാസങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് പാസ്സാക്കി അത് ഞാൻ ആ സമയത്ത് സെറ്റപ്പ് ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ, അതായത് ഫ്യൂച്ചേഴ്സിന്റെ സ്റ്റാർട്ടിങ് അത് ഞാൻ അത് ചെയ്യാനും കൂടെ ഭയങ്കര പാടാണ്. ഞാൻ ഈ ഇയർ ആണ് ഫ്യൂച്ചേഴ്സ് തുടങ്ങിയത്. ഈ ഇയർ ആണ് എന്റെ സെറ്റപ്പ് ഞാൻ ഡിസംബറിൽ പ്ലേ ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സിൽ ഫസ്റ്റ് അക്കൗണ്ട് ആയിരുന്നു ഫ്യൂച്ചേഴ്സിൽ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പാസ്സായി. കാര്യം അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഫ്യൂച്ചേഴ്സ് ഏറ്റവും പാടുള്ള മാസം. കാര്യം എനിക്ക് ഫ്യൂച്ചേഴ്സ് വളരെ ക്ലീൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ. എനിക്കിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ മെയ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒക്കെ ആയിരുന്നു ഡെലിവറി, ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് ഡെലിവറി. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 3-4 അക്കൗണ്ടോളം ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് പാസ്സായത്. 3 അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നു പാസ്സായത്. ഇപ്പൊ ചലഞ്ച് ഒരെണ്ണം ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ചെയ്ത് അത് ഞാൻ മാക്സിമം അതിനകത്ത് ഒരു 1 മില്യൺ ഫണ്ടിങ് ആണ് നോക്കുന്നത് ഫ്യൂച്ചേഴ്സിൽ. കാര്യം ഫോറക്സിൽ ആദ്യം പറഞ്ഞ ഫണ്ടഡ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പറ്റത്തില്ലെന്നൊന്നും അല്ല, ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് കുറെ കൂടെ സിമ്പിൾ എന്ന് ഞാൻ പറയുന്നത്, സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി നമ്മുടെ ക്യാരക്ടറിന് പറ്റിയ ഒരു സംഭവം. എനിക്ക് കുറച്ചും പറഞ്ഞല്ലോ, ഓപ്ഷൻസ് പറ്റിയത് അവരുടെ ക്യാരക്ടറിന് പറ്റിയത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്കിപ്പോ മനസ്സിലായി, എനിക്ക് പറ്റിയതാ, എനിക്ക് പ്രോപ്പർ ആയിട്ട് അത് പറ്റിയതാ. അതുകൊണ്ട് ഞാൻ ഫ്യൂച്ചേഴ്സിലോട്ട് പോകാൻ ആഗ്രഹം. പക്ഷെ അക്കൗണ്ട് എടുക്കുന്നത് പ്രോപ്പർ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിനെ പറ്റത്തില്ല. ഞാൻ 2 ദിവസം ഞാൻ പേര് പറയുന്നില്ല, 2-3 ദിവസം മുന്നേ നമ്മുടെ മെന്റർഷിപ്പിൽ തന്നെയുള്ള അഭിലാഷ്, അവന്റെ പേര് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തിയത് 40 ലക്ഷം രൂപ കളഞ്ഞിട്ട്. ഇതെല്ലാം ചുമ്മാ ഏത് ബ്രോക്കറാന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ഒക്ടാഫിക്സ് എക്സിനസ് വല്ലതും ആയിരിക്കും. കൊണ്ട് ക്യാഷ് ഇടുക, വൈപ്പ് ഔട്ട് ആക്കുക, അങ്ങനെ ഒരു ഓരോ കണക്ക് 40 ഇന്ത്യൻ മണി കളഞ്ഞിട്ട് നിൽക്കുക. ഒരു ഫാമിലി പേഴ്സണാ, ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളോട് ഞാൻ സംസാരിച്ചു കുറച്ച് ദിവസം മുന്നേ. ആളുടെ സംസാരത്തിൽ തന്നെ ഇമോഷനാ. ബ്രോ ഞാൻ കളഞ്ഞു, ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നോക്കി, പിന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ ആള് സംസാരിക്കുക. എനിക്ക് കേട്ടപ്പോ എനിക്ക് വിഷമമായി സത്യം. എനിക്ക് കേട്ടപ്പോ എന്തിനാണ് ആൾക്കാർ ഇപ്പൊ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാൽ പേടിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ഒരു അബദ്ധം പറ്റിയാല്, അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പിന്നീട് ആ സെയിം സംഭവം ചെയ്യാൻ ഒന്ന് പേടിക്കുമെങ്കിലും ചെയ്യും. പക്ഷെ ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ ഇത് ഇത് കളഞ്ഞു. അത് വേറെ ഏതോ ഒരു ട്രേഡർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സുജുമോൻ ആന്റണിയാന്ന് തോന്നുന്നു. ആള് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതായത് ഞാൻ ലോസായി, അപ്പം ഈ സെയിം രീതിയിൽ എനിക്ക് പിന്നും ആവാം. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻഡയറക്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എനിക്ക് 1000 പോയി, ഈ 1000 എനിക്ക് വേണേ ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഗാമ്പിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താണ് മെയിൻലി ആൾക്കാർ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കുന്നത്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം റിസ്ക് ചെയ്യാവുള്ളൂ. അതായത് പോയാലും റിസ്ക് ചെയ്യാൻ പറ്റുന്ന പോലെ റിസ്ക് ചെയ്യേണ്ട ആവശ്യം. അങ്ങനെ സത്യം നമ്മുടെ ഈ 40 lakh ഒക്കെ പോകുമ്പോഴേ അത് നമുക്ക് ഓർത്ത് എന്താ പിന്നീട് ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഇമോഷനും. സോ ഞാൻ പറയാം, അതൊരു ലൂപ്പിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിനകത്തോട്ടൊക്കെ വീഴുന്ന പോലെ, പിന്നെ ഒരു വേ ഔട്ട് ഇല്ല ആക്ച്വലി. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു പിന്നെ ഒരു മെയിനായിട്ട് ഇപ്പൊ ജോലി ഒന്നും ഇല്ലാത്തവരെ കുറച്ചുകൂടെ പാടായിരിക്കും അല്ലെ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ട് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് എപ്പോഴും ഇതിനൊന്ന് സപ്പോർട്ട് ഇപ്പം നിന്റെ ബില്ല് നിനക്ക് ഇതിനകത്തുനിന്ന് തന്നെ പേ ചെയ്യണം. ബട്ട് എൻഡ് ഓഫ് ദി മന്ത് 25-ാം തീയതി നിനക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കണം. 20-ാം തീയതി ആയിട്ട് നിന്റെ പ്രോഫിറ്റ് അക്കൗണ്ട് ലോസിൽ കിടക്കുക. നീ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കും? അപ്പോൾ ഇവിടെയാണ് എന്തോ ബാക്കപ്പ് എമൗണ്ട് സെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളതിന്റെ ഒക്കെ ബെനിഫിറ്റ് നല്ല രീതിയിൽ മനസ്സിലായി. അപ്പം ഒരു ഫുൾ ടൈം ട്രേഡർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ബാക്കപ്പിൽ ചെയ്തിട്ട് വേണം. അല്ലാതെ ഈ ഒരു നോർമലായിട്ട് അഡ്വർടൈസ്മെന്റ് കാണുന്ന പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനത്തെ പരിപാടി അല്ല. ഒരു ബ്രോഡ് ഞാൻ ഓർക്കുമായിരുന്നു, എങ്ങനെയാ ഒരു ഫുൾ ടൈം ട്രേഡർ എന്നുള്ളത്. ഇപ്പൊ ബ്രോയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, ഭയങ്കര
പാടുപെട്ട് ഇരുന്ന ഇൻകം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വരാനുള്ള ഗട്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ വന്ന സമയത്ത് ഞാൻ എന്റെ ഒരു നല്ലൊരു ഏജിലാണ് ഞാൻ വന്നത്. എനിക്ക് 22 വയസ്സ്, ഇതിന് കുറച്ച് മുന്നേ ഞാൻ വന്നത് ആ ഒരു സമയത്ത്. കാര്യം എന്റെ ഒരു വലിയൊരു ലക്ക് എന്ന് പറയുന്നത് എന്റെ ഏജ് തന്നെയായിരുന്നു. എന്റെ ഏജ് കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നെക്കാളും കുറഞ്ഞ ഏജിൽ ആൾക്കാർ വരുന്നവരുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കേറിയോ? ഇല്ലല്ല, ഞാൻ എടുക്കത്തില്ല. ഞാൻ ബേസിക് ഡിഗ്രി ഇല്ലാത്തവന്മാരൊന്നും ഞാൻ എന്റെ മെന്റർഷിപ്പ് ഞാൻ ഇന്നത്തെ ലൈവിൽ ഞാനത് പറഞ്ഞു. കാര്യം അത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് മെന്റൽ മെച്യൂരിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചില ആൾക്കാർ നല്ല രീതിയിൽ ചെറിയ പ്രായത്തിൽ നല്ല മെച്യൂരിറ്റി ഉള്ളവരുണ്ട്. നമ്മളിത് പൈസക്ക് വേണ്ടിയല്ലോ ബ്രോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എടുക്കുമ്പോൾ അത് എന്നെ ഒരുപാട് എൻക്വയറി ചെയ്തിട്ട് നമ്മളെ എടുക്കുന്നത് എങ്ങോട്ട് ആളെങ്ങനെ ഉണ്ടെന്ന് അറിയണം, അല്ലാണ്ട് ചുമ്മാ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ കറക്റ്റാ. ഒരു 2-3 കോളൊക്കെ കഴിഞ്ഞു. സത്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ, ഇപ്പൊ ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് സത്യം യൂട്യൂബിന്റെ കമന്റിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ മിക്കവാറും എനിക്ക് ഭയങ്കര ഇതാണ് ആക്ച്വലി. ഒന്നാമത്തെ കാര്യം, എനിക്കിപ്പോ ഞാൻ നിന്നൊക്കെ അറിയാലോ, നിന്നോട് എങ്ങനെ ഞാൻ തുടക്കത്തിൽ സംസാരിക്കും. ഓരോ ആൾക്കാരും അങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്റെ മെന്റർഷിപ്പിലേക്ക് എടുക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ നോക്കുന്നത് അവരെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാര്യം ഞാൻ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് ഫ്യൂച്ചറിൽ. അതെന്താന്നുള്ളത് പതിയെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെ വെച്ച് ഞാൻ ക്യാഷ് ഉണ്ടാക്കും പതിയെ. കാര്യം അങ്ങനല്ല, വേറൊരു പരിപാടി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. കുറച്ചേറെ പരിപാടി ഇതിന്റെ ഉള്ളിൽ എനിക്കുണ്ട്. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ മുമ്പോട്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഇത് പറയാം, ഇത് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അതായത് ഞാൻ ട്രേഡിങ് എല്ലാം ഒരു സംഭവം ഗട്ട്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ ആ സമയത്ത് ഫക്ഡപ്പ് ആയാലും എന്നെ ടേക്ക് കെയർ ചെയ്യാൻ എന്റെ ഫാമിലി ഉണ്ടെന്നുള്ള ഒരു ഒറ്റ ഉറപ്പിൽ മാത്രമായി റിസ്ക് എടുത്തത്. ഞാൻ ഞാനും വിഘ്നേശ്വരനും സംസാരിച്ച ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. ആ വീഡിയോയിൽ ഞാനെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏജ് എന്ന് പറയുന്ന ഒരു മാറ്റർ. നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ കുറെ കൂടെ ഒക്കെ ഒരു പറ്റും നല്ല നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് കുറെ കൂടെ ഒക്കെ ഫ്രീലി റിസ്ക് എടുക്കാം. ഫാമിലി ഉള്ള ഒരാളാണെങ്കിൽ ആദ്യമേ ചിന്തിക്കുന്നത് ഈ $1000 ഞാൻ മാറ്റി വെച്ചായിരുന്നു എന്റെ കൊച്ചിന് വേണ്ടി യൂസ് ചെയ്യാലോ എന്നുള്ളതേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ഇതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. പിന്നീട് ഞാൻ പറഞ്ഞായിരുന്നു പല ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാൻ 10 വട്ടമെങ്കിലും ക്വിറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കും. ഇതിന് പറ്റത്തില്ല ക്വിറ്റ് ചെയ്തിട്ട് പോകണം, നടക്കത്തില്ല, ഇങ്ങനൊന്നും അല്ല. ക്യാഷിന് വേണ്ടി തന്നെ വർക്ക് ചെയ്ത് തന്നെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നതൊന്നും നമുക്ക് ക്യാഷ് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല എന്നെല്ലാം ചിന്തിക്കും. പിന്നീട് ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന ഒരിക്കലും ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു എത്തീസ്റ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് ആരെടുത്ത് പറഞ്ഞു കൊടുക്കാനാ? മമ്മിയെടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു മനുഷ്യൻ എന്നെ വിശ്വസിക്കാൻ ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ സെൽഫ് ടോക്ക് തുടങ്ങി പതിയെ ഒരു എത്തിസ്റ്റ് എന്നുള്ള രീതിയിൽ. എനിക്ക് അന്ന് ഞാൻ നല്ല രീതിയിൽ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. പല വേർഡ്സ് പല ബൈബിൾ വേഴ്സസ് തന്നെ നല്ല രീതിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞ ഇപ്പോൾ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ തന്നെ പുട്ട് ഗോഡ് ഫസ്റ്റ് എന്നുള്ളത്. അതിനൊരു റീസൺ ഉണ്ട്. അതിനിപ്പോൾ ആര് ആർഗ്യൂ ചെയ്താലും ഞാൻ അത് മുമ്പോട്ട് ഫ്ലെക്സ് ചെയ്യുന്ന എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ആ ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ്. ഭയങ്കര ഇൻസ്പയർ. അത് കാണുമ്പോഴേ നമുക്കൊരു ജെന്യുവൻ അതിപ്പോ കാണിക്കാനില്ല ഒരാളെ. ഞാൻ പറയാം, ഞാനൊന്നുമല്ല, ഞാൻ വേണേ എന്തും ആയി പോവാം. പക്ഷെ ഈ ഒരു സംഭവം ഇപ്പൊ എന്നിലൂടെ, ഇപ്പൊ ഞാൻ നാളെ ചത്തുപോയാലും എന്നിലൂടെ ഈ ഒരു സെറ്റപ്പ് മുമ്പോട്ട് പോകും എനിക്ക് ഉറപ്പാണ്. നമ്മുടെ ഗ്രൂപ്പിൽ അത്ര പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, ഇത് എൻ്റെ കഴിവല്ല. ഞാൻ എപ്പോഴും ഞാൻ എന്റെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ സെറ്റപ്പ് അത് ഞാൻ പറയും. ദൈവം തന്ന സെറ്റപ്പ് അതൊക്കെ ഞാൻ പറയും. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുണ്ട്, അബിൻ എന്നാണ്. അപ്പം അവന് അത്യാവശ്യം നല്ല രീതിയിൽ സ്പിരിച്വലി നിൽക്കുന്ന ആളാണ്. അവൻ എന്നോട് ഇങ്ങനെ പറയും, ചേട്ടാ ഈ സെറ്റപ്പ് ചേട്ടനെ കൊണ്ട് പറ്റി, ചേട്ടന്റെ അല്ലേ ഈ സെറ്റപ്പ്, ദൈവം തന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കാര്യം. അപ്പം ഒരു സമയത്ത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ട്രസ്റ്റ് ദ പ്രോസസ്. അതിന്റെയൊക്കെ ഇന്റൻസ് ട്രസ്റ്റ് പ്രോസസ് ഒക്കെ ഈ പറയുന്ന പോലെ ഈ പറയുമ്പോൾ ഈ വേർഡ് കഴിഞ്ഞു. പക്ഷെ ഇന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ പറയാം, എന്നാലും ഞാൻ പറയുക, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഇതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. കഴിച്ചോണ്ടിരുന്ന ചോറിനകത്ത് തന്നെ കണ്ണീര് വീണിട്ടുണ്ട്. ആ ലെവലിൽ ഞാൻ വീട്ടുകാരെ ട്രസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ എത്രയോ തവണ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ട് പപ്പയും മമ്മിയൊക്കെ സംസാരിക്കുന്നത്, ഇവൻ എന്തോ ഇങ്ങനായി പോയത്, എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഇതുപോലെ എടുത്തത്. പക്ഷെ എൻ്റെ ചേട്ടൻ, എൻ്റെ ബ്രദർ എന്ന് പറയുന്ന ആളെ പക്ക ഫാമിലി പേഴ്സണാ. എനിക്ക് വന്ന് 21 വയസ്സിലോ ഗൾഫിൽ പോയി ജോലിക്ക് വേണ്ടിയിട്ട്. ആൾ പക്കയായിട്ട് അവിടെ ജോലി ചെയ്ത് അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടാക്കി ഒരു കാറൊക്കെ മേടിച്ച്
ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ഉണ്ട്, ആ ഒരു ലെവലിൽ ജീവിച്ച ഒരു പക്കയായിട്ട് ജീവിച്ചു. അപ്പം എല്ലാവരും വിചാരം ബിജിൻ തീർന്നു, ബിജിന് ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരുത്തം കാണുമല്ലോ തല തെറിച്ച്, അപ്പൊ അതാണ് ബിജിൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചിന്തിച്ച് ദൈവം സഹായിച്ച് ഇപ്പം എന്റെ ചേട്ടന് വരെ ക്യാഷൻ അങ്ങോട്ട് കടം കൊടുക്കുന്ന ലെവലിലെത്തി. അല്ല ഞാൻ പറയുക, ഞാൻ ഒരു മനുഷ്യനെ നമ്മള് ഒരു ഏതോ ഒരു കോട്ടിലെ കേട്ടിട്ടുണ്ട്, ഒരാളുടെ അപ്പോഴത്തെ ആ ഒരു പൊസിഷൻ കണ്ടുകൊണ്ട് ഒരിക്കലും ഒരാളെ ഇവാലുവേറ്റ് ചെയ്യരുത്. ഒരു നിമിഷം മതി, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ പവർഫുൾ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എന്താണ് ആയുധം എന്ന് പറയുന്ന സാധനം ഈ സാധനം. ഇതിൽ ഒരു നമ്മളൊരു സംഭവം ഉറപ്പിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് ആർക്കും പറഞ്ഞു. ഇപ്പൊ എനിക്ക് ട്രേഡിങ് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല നീ എന്തുകൊണ്ടാ ചെയ്യുന്നത് ഇത്, നീ അറ്റ്ലീസ്റ്റ് നീ പറ. നേരെ അപ്പുറത്തുള്ള വീട്ടിൽ അവരൊക്കെയാണ് കാണുന്നത് ഇവനോട് ഒറ്റയ്ക്ക് പള്ളി ചെല്ലുമ്പോ ഇവൻ എന്ത് ചെയ്യുന്നേ, ഇവൻ എന്തോ ആക്ച്വലി ചെയ്യുന്നേ. ഓരോരുത്തർ മുടിയൊക്കെ എന്നോട് വന്നിട്ട് പറയും എന്താ മോൻ എന്താ ഞാൻ പോകുന്നു, ഞാൻ ദുബായി പോയിട്ട് വന്നില്ല, അപ്പൊ ലീവ് കഴിഞ്ഞില്ലേ മോനെ, 2 മാസം ആയല്ലോ, 3 മാസം ആയല്ലോ, 4 മാസം ആയല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഒരു സംഭവം ചെയ്തോണ്ടിരിക്കുക, ഞാൻ തന്നെത്താനൊരു ബിസിനസ് ആണോ, ഡ്രോപ്പ് ഷിപ്പിംഗ് ആണോ, എത്ര പേർക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല. അങ്ങനെയുള്ള ഒരു ഫീൽഡിലാണ് ഞാൻ പിടിച്ചു നിന്ന് വന്നത്. അല്ലാതെ അതാണ് അല്ല, ഞാൻ എല്ലാവരുടെയും വിചാരം ഇത് അത്ര സിമ്പിൾ അല്ലെങ്കിൽ ലക്ക് ബിജിൻ അല്ലെ, ഇത് ലക്ക് ഒന്നും അല്ല. ലിറ്ററലി ഹാർഡ് വർക്ക് ചെയ്യുക, കുത്തിയിരിക്കുക, കരയുക. നിങ്ങളുടെ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയങ്ങളുണ്ട്, നിങ്ങളുടെ ഒരു ഹോപ്പ് എല്ലാം കളഞ്ഞ് ആ ഒരു സമയത്തെല്ലാം ക്വിറ്റ് ചെയ്യും ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ഡിസയർ മൈൻഡ് സെറ്റ് ഇല്ലാത്തവന്മാർ എല്ലാം ക്വിറ്റ്. ഈ ക്യാഷ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഫ്ലോ വന്നു തുടങ്ങുമ്പോൾ പതിയെ ആൾക്കാർ വിശ്വസിച്ച് തുടങ്ങും ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ട്രേഡ് ചെയ്യുന്നത് ഒക്ടാഫിക്സിൽ എനിക്ക് അന്ന് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്ത് അത്യാവശ്യം ഒരു ക്യാഷാണ് ഉണ്ടാക്കിയത്. അതിനകത്ത് അതിൽ നിന്ന് വിഡ്രോ എടുത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പച്ചക്കറി മീൻ ഞാൻ വീട്ടിൽ മേടിച്ചു കൊടുത്തപ്പോഴാണ് ആദ്യത്തെ ട്രസ്റ്റ് എനിക്ക് കിട്ടിയത്. പറഞ്ഞ മനസ്സിലായില്ല, അവിടെ ആ ഒരു ട്രസ്റ്റ് ഞാൻ പിടിച്ചു നിർത്തി. ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കി. പിന്നെ ഇവർക്കൊരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അതിനൊരു സയന്റിഫിക് സൈഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യത്തിലും ആ രീതി കാണുന്ന ഒരാളാണ്. ഞാൻ പണ്ട് വരെ ബുക്കൊക്കെ വായിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്നിലൊരു ഇവനെ പൊട്ടത്തരം ഒന്നും കാണിച്ചു കൂട്ടത്തില്ല. ഇവൻ ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ട്, ജോലിയും കളഞ്ഞ് വന്നാൽ അതിനൊരു റീസൺ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതുണ്ടായത് മാത്രം. പിന്നെ അവിടുന്ന് അവരുടെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാവും, എൻ്റെ പപ്പ എന്നെ നോക്കിയത് കൊണ്ട് മാത്രമാണ്. എൻ്റെ ചേട്ടനൊക്കെ എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്. ഫാമിലി സപ്പോർട്ട് വലിയൊരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയാം ഒരു വീട്ടിലും കാണത്തില്ല. അല്ലാതെ അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്തത് പതിയെ ശരിയാവും, അല്ലാതെ വേറൊന്നുമല്ല. എന്റെ വീട്ടിൽ എങ്ങനെയാ? എന്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ മമ്മിക്ക് ഇതറിയാം. എനിക്ക് ട്രേഡിങ് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയും. മമ്മി അതിന് ഫണ്ട് വരുത്തുന്നത് ആദ്യം എനിക്കൊരു മടിയായിരുന്നു മമ്മി ഇങ്ങനെ. പക്ഷെ മമ്മിക്ക് എന്താ വരില്ല, മമ്മിക്കൊരു വിശ്വാസം ഇതുപോലെ തന്നെ ഈ അഴുക്ക് പിള്ളേരെ പോലെ ഒന്നും അല്ല എന്നറിയാം. അതായത് ഞങ്ങൾ 3 പേരും നല്ല അത്യാവശ്യം ഇങ്ങനെ സ്മോക്കേഴ്സ് ഒക്കെ ഉണ്ട് കാണുന്നവരെ ഞാൻ പറയാ, ഞങ്ങൾ അങ്ങനൊന്നും ഇല്ല, അങ്ങനെ ചെയ്യുന്ന മോശം എന്തിനായിക്കോട്ടെ. ഞങ്ങൾ 3 പേരും അങ്ങനെ, ഞങ്ങൾ 2 ചേട്ടന്മാരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ചേട്ടൻ, ഞങ്ങൾ 3 പേരാണ്. അപ്പൊ ഞങ്ങൾ 3 പേരും അങ്ങനെ കുറച്ചുകൂടെ അത്ലറ്റിക് സൈഡാണ്. അപ്പൊ ഞങ്ങൾ ആ രീതി ആയതുകൊണ്ട് ഫാമിലിയിൽ അങ്ങനത്തെ ഒരു പ്രഷറില്ല. അതായത് അങ്ങനെ പോവോ ഇങ്ങനെ പോവോ അങ്ങനെ ഒരു പേടി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലോട്ട് ഇറങ്ങണം എന്നൊക്കെ പറയും. മമ്മി പറയുന്നത് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഞാൻ കുറെ കേൾക്കുന്നുണ്ട്, കുറെ സ്കാം ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയല്ലേ പറയാം. അങ്ങനൊന്നും അല്ല, അങ്ങനെ ഉണ്ട്, പക്ഷെ ഇല്ലെന്നല്ല, അങ്ങനെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഒരു മെന്ററിന് അടുത്താ പോകുന്നത്, ഇത് പഠിക്കാനാണ് പോകുന്നത്, ഇത് എങ്ങനെ ഇങ്ങനെയൊന്നും പെടാതിരിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ജനുവിനായിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് മമ്മി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് മമ്മി സപ്പോർട്ടാ. പപ്പയ്ക്കൊന്നും അറിയത്തില്ല, പപ്പ എനിക്കറിയത്തില്ല, അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതിപ്പം ഞാൻ എത്ര വേണ്ടി ടൈം കളഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിപ്പെട്ടത്. ആ ഒരു ടൈം അത്രയാണ് നിങ്ങൾ ഈ ഒരു 1, 2, 3 മാസം കൊണ്ട് ലാഭിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തേ പറ്റൂ. അതാ ഞാൻ ഈ പറയുന്ന സമയം കളയല്ലേ. ആ ഇത്രയും സമയം കൂടെ നിങ്ങൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യും. ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫോർവേഡ് ഡേറ്റാസ് ഉണ്ടല്ലോ, നമുക്ക് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം. അതാ ഞാൻ പറയാം, നിന്റെ കണ്ണി കണ്ടാലേ നീ വിശ്വസിക്കാം, കണ്ണി കാണാത്ത ആരും വിശ്വസിക്കരുത്. അങ്ങനത്തെ ഒരു സംഭവം. എനിക്ക് മാത്രമേ ഇതിനകത്ത് ഒരു എന്താണ് മെയിനായിട്ട് നമുക്ക് ആ ഒരു ട്രസ്റ്റ്, മാർക്കറ്റിലൊരു ട്രസ്റ്റ് വന്നെങ്കിൽ മാത്രമേ ഇതിലോട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. ജിമ്മിൽ പോകുന്നല്ലേ, നമ്മൾ ജിമ്മിൽ പോയി നമുക്കൊരു മാറ്റം വൺസ് നമുക്ക് ആ ഒരു ഇപ്പൊ ജിമ്മിൽ പോകുന്ന കാര്യം പറയണേ, നമുക്ക് മറ്റുള്ളവരെ ബോഡി കാണുമ്പോൾ നമ്മൾ അഡ്മയർ ചെയ്യും. അയ്യോ കിട്ടിയ കൊള്ളാടി അതായിട്ടാന്നൊക്കെ പറയും. പക്ഷേ ചിലവരുണ്ട് എന്ത് കണ്ടാലും ചെറാടാന്ന് പറയും. ക്യാമറയ്ക്ക് പിന്നിലും ഉണ്ട്. അപ്പൊ എങ്കില് നമ്മൾ വൺസ് നമ്മൾ ആ ഒരു
ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഒരാള്, നോർമൽ ഒരാള് ജിമ്മിൽ ഇന്നും അറിയാം, ജിമ്മിന്റെ പടിയാ കണ്ടിട്ടില്ല, അവൻ ജിമ്മിൽ പോയി ആദ്യത്തെ ഒരു മാസമൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ന്യൂബി ഗെയിൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആദ്യത്തെ കുറച്ചാൾ പെട്ടെന്ന് ഗെയിൻസ് ഉണ്ടാവും. ആ ഒരു സാധനം സത്യം പറഞ്ഞാൽ അതുള്ളത് കൊണ്ട് മാത്രം ചിലരെ ജിമ്മിലേക്ക് പിടിച്ചെത്തുന്നുണ്ട്. ആ ഒരു സാധനം മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം. ഞാൻ ആ ന്യൂബി ഗെയിൻസ് കിട്ടി എൻ്റെ ബോഡിയിലുള്ള ചെറിയ ഡിഫറൻസ് കണ്ടതുകൊണ്ട്, അതാ ഞാൻ പറഞ്ഞേ, ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് അത് പിന്നീട് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. ഇപ്പൊ ട്രേഡിംഗ് ആണെങ്കിലും വർക്കൗട്ട്, എന്താ ലൈഫിൽ എന്താണെങ്കിലും, ഇപ്പൊ ഒരു ഫിലിം മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതാണെങ്കിലും അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ്, അത് പൈസ ബേസ് ആയിരിക്കണമെന്നില്ല, ക്യാഷ് കിട്ടുന്നതായിരിക്കണമെന്നില്ല. ഒരാളൊരു ഇപ്പൊ തന്നെ ഞാൻ മെന്റർഷിപ്പ് പലതവണ നിർത്താന്ന് വിചാരിച്ചേ. കാര്യം എനിക്ക് എന്താ ആവശ്യം, ഞാൻ ആദ്യമേ ചിന്തിച്ച ഇത്ര ആൾക്കാരെന്നുള്ള അതൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്, മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതങ്ങനെ വായിക്കരുത്, ട്രേഡിങ് എല്ലാം വായിക്കരുത്. അപ്പൊ എങ്കിൽ പിന്നീട് ഇപ്പൊ ഞാൻ ചിന്തിക്കും, ഞാൻ എന്താണ് ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ്ബാക്ക് ഉണ്ട് ആക്ച്വലി, എല്ലാവർക്കും ക്ലീൻ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ആപ്ലിക്കേഷൻ ഉണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ സത്യം പറഞ്ഞത്. കാരണം ഇതെന്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ മെന്റർഷിപ്പ് നടന്നുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഇത് വർക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ലൈക്ക് ഇപ്പം വർക്ക് ആയിട്ടില്ലെന്നല്ല, സമയം എടുത്ത് വർക്കായവരുണ്ട്, അത് കറക്റ്റ്. ഇപ്പം ഞാൻ പറയാം, 2-3 മാസം കൊണ്ട് തെറ്റപ്പ് മനസ്സിലായവരുണ്ട്, 1 വർഷമായിട്ട് കിടന്ന് തുഴയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ റീസൺ എന്താണ്? ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി അവർ വേറെ പഠിച്ചു വെച്ചിട്ട് വേണ്ടാന്ന് വെക്കുമ്പോഴായിരിക്കും അല്ലേ? മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്ര സിമ്പിൾ ആണോ? എന്റെ അടുത്ത് വന്നതില് ഏറ്റവും ബിഗിനേഴ്സ്, സപ്പോർട്ടർ റെസിസ്റ്റൻസ് പോലും അറിയാതെ വന്നവരിലാണ് എനിക്ക് അങ്ങനെ വന്നവരിലാണ് ഡിഫറൻസ് കണ്ടിട്ടുള്ളത്. അത് ആരൊക്കെ ഇപ്പൊ ലാസ്റ്റ് ടൈം ഇപ്പം അഭിൻദേവ് ആണെങ്കിലും ആരാണെങ്കിലും, അഭിൻദേവിനെ എടുത്ത് ഫ്ലെക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവനാണ് രീതിയിൽ ചെയ്യുന്നത്. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരുടെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവനെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറെ പേരുണ്ട്, ചിലര് നല്ല ടൈം എടുക്കുന്നുണ്ട്, പിന്നെ ചിലർ കൺസിസ്റ്റന്റ് അല്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഇതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കൺസിസ്റ്റൻസി ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്ന സാധനം കുറച്ചുകൂടെ ലേറ്റ് ആവുന്നുള്ളൂ. ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോഡി ബിൽഡർ സ്റ്റെറോയിഡ് എടുക്കുന്ന ബോഡി ബിൽഡറിന് കുറച്ചുകൂടെ പെട്ടെന്ന് അതിന്റെ ഗെയിൻസ് ഉണ്ടാവും. ആ സ്റ്റെറോയിഡ് ആണ് അതിന്റെ റീസൺ. അവനെ പോലെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു സയൻസ്. ഞാൻ ഫ്ലെക്സ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഇതാണ് ഡേറ്റ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇത്ര മാസം ഇത്ര സാധനം ക്ലിയർ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്കം ഇതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സൈക്കോളജി, നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ, നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ ആണ്, ഗേൾഫ്രണ്ടോട്ട് ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ വീട്ടിലും ഇഷ്യൂ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനേ തോന്നുന്നില്ല, മോട്ടിവേഷൻ ഇല്ല, ഇതെല്ലാം ഇതിനെ ഇങ്ങനെ ലാഗാക്കിക്കൊണ്ടിരിക്കും. അല്ലെ ഏറ്റവും മെയിൻ ആയിട്ട് പറയാം, കൈക്ക് ക്യാഷ് ഇല്ല ട്രേഡ് ചെയ്യാൻ, അല്ലെ ഫണ്ട് അക്കൗണ്ട് എടുക്കാൻ ക്യാഷ് ഇല്ല. ഇതെല്ലാം ഇതൊക്കെ ഒരു സിമ്പിൾ എക്സ്ക്യൂസ്. ഏറ്റവും നമുക്ക് ഈ സിമ്പിൾ ആയിട്ട് നമുക്കൊരു പ്രൊഫഷൻ, ഏറ്റവും സിമ്പിൾ പ്രൊഫഷൻ ഇതല്ലേ സത്യം പറഞ്ഞാൽ. വീട്ടിൽ ഇങ്ങനെ ഇരുന്ന അതിന്റെ പുറകിലുണ്ട്. ഞാൻ പറഞ്ഞ ഒരു സൈഡ് നമ്മുടെ ഫോൺ കൊണ്ട് മാത്രം ഞാൻ ട്രാവൽ ചെയ്തപ്പോ ഫോൺ കൊണ്ടാപോയെ. അത് പ്ലേലിസ്റ്റിൽ ഞാൻ ആ സത്യം പറഞ്ഞ ആ സമയത്ത് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നാ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്ത്. അപ്പം ഇതൊരു വലിയൊരു കാര്യമാണ്. വൺസ് നമുക്ക് ആ ഒരു ഫ്രീ, ഞാൻ പറഞ്ഞിട്ട് ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ഫ്ലെക്സ് എന്ന് പറയുന്ന മണിയേക്കാളും ഫ്രീഡം. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മള് വേറൊരു, ഞാൻ ഒരിക്കലും 95 എതിരൊന്നും അല്ല. എന്റെ പപ്പ 95 ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്റെ ബ്രദർ 95 ചെയ്യുന്നു. ഇതിനൊന്നും ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യല്ല. പക്ഷെ ഇതും കൊണ്ടുപോകാൻ പറ്റും, കൂടെ കൊണ്ടുപോകാൻ. എത്ര നമ്മുടെ ഗ്രൂപ്പിലുള്ളവരിൽ മെജോറിറ്റി ആൾക്കാരും ജോലി ചെയ്യുന്നവരാ. ഞാൻ എന്നോട് 2-3 കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഞാൻ ജോലി കളയട്ടെ. ഞാൻ പറയാം, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന കാര്യം? നിങ്ങൾ അത്യാവശ്യം ഒരു ബാക്കപ്പ് എമൗണ്ട് ഉണ്ടാകും. ട്രേഡിങ്ങിന് പറ്റത്തില്ല, ആ ഒരു വിശ്വാസം ഇല്ലാഞ്ഞോണ്ടല്ല ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് തന്നെ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ പല രീതിയിൽ പ്രഷർ കൂടും. ഞാൻ സത്യം എന്റെ കാര്യം പറയണേ, ഞാൻ എപ്പോഴും സേഫ് സോണിലേക്ക് ഞാൻ നല്ല രീതിയിൽ ബാക്കപ്പ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ രീതിയിൽ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ പല കാര്യങ്ങളും ഞാനിപ്പം ട്രേഡിങ്ങിന്ന് ഞാൻ പറയാം, ഞാൻ നേരത്തെ വിഘ്നേഷിന്റെ കൂടെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മന്ത്ലി ഒരു ട്രേഡ് എടുക്കുക എന്നുള്ള മൈൻഡിലേക്കൊക്കെ എത്താൻ പോവാണ് ആ ലെവലിൽ. അതുകൊണ്ടാണ് ഫണ്ടിങ് കൂട്ടുന്നത്, ക്യാപിറ്റൽ കൂട്ടി അങ്ങനത്തെ രീതിയിലൊക്കെ ആക്കുവാണ് ചെയ്യുന്നത്. അപ്പം
എനിക്ക് ബിസിനസ് നല്ല താല്പര്യമുണ്ട്. ഞാൻ ഉടനെ അപ്പൊ ഞാൻ അങ്ങനത്തെ കുറെ പരിപാടീസ് ഇനി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രേഡിങ് ഇപ്പൊ എന്റെ ഉള്ളില് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം എന്റെ മന്ത്ലിയോ അല്ലെ ഇയർലി ബാലൻസ് ഷീറ്റ് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാധനം, ജേർണലി മിറ്റിഗേറ്റ് ചെയ്യണം. ആ രീതിയിലേക്ക് ആകും. അങ്ങനെ ആക്കുമ്പോ എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും വേറെ വിഡ്രോ ചെയ്തേ പറ്റൂ എന്നുള്ള മൈൻഡ് ഇല്ല. ആ ഒരു മൈൻഡ് ആക്കി കഴിഞ്ഞാലേ ഒരു ട്രേഡർ സക്സസ്ഫുൾ ആയി, ഫുൾ ടൈം ട്രേഡർ സക്സസ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം, എപ്പോഴും എടുക്കണം, എടുക്കുന്ന ഒരിക്കലും ട്രേഡർ അല്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ സത്യം പറഞ്ഞാൽ ബിഗിനേഴ്സിന് വരുന്നതാണ്. ഏറ്റവും കുറയ്ക്കുക. എന്റെ അടുത്ത് വരുന്ന ഒരാള്, ഞാൻ മഹേഷ് എന്ന് പറയുന്നത്, എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള മഹേഷ് എന്ന് പറയുന്നത് ആള് എന്നോട് പറഞ്ഞിട്ടുണ്ട് 7-8 മണിക്കൂറാണ് ചാർട്ടിൽ ഇരിക്കുന്നത്. ഇപ്പൊ കൂടിപ്പോയ 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് മാർക്കറ്റ് ഇരിക്കാറുണ്ട്. അത് അന്ന് അയാൾക്ക് എടുത്തതിന്റെക്കാളും കൂടുതൽ ROI ഇപ്പൊ കിട്ടുന്നുണ്ട്. കിട്ടുകയാണ് ഇപ്പം മെയിനായിട്ട് ട്രേഡിൽ കാണാൻ പറ്റുന്നു. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഉണ്ടായി. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ, അല്ലാതെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പിന്റെ ഡിഫറൻസ്. സെറ്റപ്പ് അതിപ്പോ പറഞ്ഞ ഒരു അരമണിക്കൂർ പോലും വേണ്ട, 15 മിനിറ്റ് മതി, ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് പോലും വേണ്ട വരിക. പക്ഷെ ഈ 5 മിനിറ്റ് വേണ്ട, ഈ 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ട്രേഡ് എടുത്ത് കഴിയും. ചിലരുണ്ട് ഈ 5 മിനിറ്റ് ട്രേഡ് എടുക്കുന്നത് അത് ലോസ് ആണെങ്കിൽ പിന്നെ ഓവർ ട്രേഡ് ചെയ്യും. പിന്നീട് അത് പോയതിന് അതിനെ പിന്നെ തിരിച്ചു പിടിക്കാൻ നോക്കും. അതാണ് ഇമോഷണൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ യഥാർത്ഥ ട്രേഡർ എന്ന് പറയുന്നത് ആദ്യത്തെ ലോസിൽ അവിടെ എക്സിറ്റ് ആയി പോവാന്നുള്ളത്. ഞാൻ എന്തും വേണ്ടി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ എന്തും വേണ്ടി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തും വേണ്ടി ഫണ്ട് അല്ലാതെ ബ്രോക്കറിലൊക്കെ എക്സ്നസിലൊക്കെ ഒക്ടാഫിക്സിലൊക്കെ ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇപ്പോഴും എന്താണ് അപ്പിലാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ക്യാഷ് എപ്പോഴും ഞാൻ ലോസ് ആക്കിയതല്ല, പ്രോഫിറ്റ് ആണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഇപ്പം ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5-6 മാസവും എനിക്ക് ഇനി പേ ഔട്ട് ഇല്ലെങ്കിൽ പോലും എനിക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള എമൗണ്ട് ഞാൻ ഓൾറെഡി ബാക്കപ്പ് ചെയ്തു. ഇത് ആ ഒരു ബാക്കപ്പ് എമൗണ്ടിന് കുറവ് വരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ തോട്ട് വരും. അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് കീപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. വൺസ് നിങ്ങൾക്കൊരു മേജർ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡിങ് പാർട്ട് ടൈം ജോബ് ഒന്നും അല്ല, അങ്ങനെ ഇതിനെ ചിന്തിക്കരുത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം ഇൻ ബിറ്റ്വീൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രേഡിങ് ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ ട്രേഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ പലരിലും കേട്ടിട്ടുള്ള ഇപ്പോൾ റിയാലിറ്റി ഓഫ് ട്രേഡിങ് എന്നൊക്കെ പറയുമ്പോഴും 98% ആൾക്കാരും ഫെയിലാണ്, അല്ലെങ്കിൽ 96 അങ്ങനെ കേട്ടിട്ട് ആ ഒരു മെട്രിക്സിൻ്റെ ഉള്ളിൽ അല്ലെ ആ കാണുന്ന ആ ഒരു കുറച്ച് കണക്കുകളുടെ ഉള്ളിൽ നിങ്ങളുടെ മൈൻഡ് കുടുങ്ങാതിരിക്കുക. യെസ് ശരിയാണ്, ബിക്കോസ് മൈൻഡ് ഗെയിമാണ് മെയിനായിട്ടുള്ളത്. ഹാവ് എ പ്രോപ്പർ സെറ്റപ്പ്, ഹാവ് എ പ്രോപ്പർ ഡയറ്റ് പ്ലാൻ. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഫുഡ് കഴിക്കുക, ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്, സിമ്പിൾ കാര്യമല്ല. അത് എത്താൻ വേണ്ടി നമ്മുടെ ട്രേഡിങ് കരിയറിൽ എന്തും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നൊക്കെ ഉള്ളത് പതിയെ ചെയ്ത് തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം എന്താ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി ട്രേഡിങ്ങിനെ പറ്റിയാണോ? ട്രേഡിങ് ലൈഫ് എനിക്ക് ട്രേഡിങ് എന്തായാലും ഞാൻ ചുമ്മാ ഇനി ഫ്യൂച്ചേഴ്സ് ആണ് ചെയ്യുന്നത്. ഉറപ്പ് ഫ്യൂച്ചേഴ്സിലോട്ട് മൈൻഡ്. അത് ഞാൻ നീ ഇപ്പൊ വെളിയിൽ പോകണേലും ഞാനും അത് റെക്കമെൻഡ് ചെയ്തത്. വെളിയിൽ പോകണം ആഗ്രഹം ഉണ്ട് കേട്ടോ, എല്ലാം സെറ്റ് ആയില്ല. അല്ലല്ല അതിപ്പോ പറയണ്ടല്ലോ, ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇഷ്യൂ ഇല്ല. ലൈക്ക് ഇനിയിപ്പോ എന്താണെങ്കിലും ഏതായാലും എനിക്ക് ഫ്യൂച്ചേഴ്സാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ പുറത്തു പോയില്ലേലും ഫ്യൂച്ചേഴ്സ് തന്നെ. എനിക്കെന്തോ കുറച്ചുകൂടെ ഫ്യൂച്ചേഴ്സിനോട് ഒരു പെട്ടെന്നൊരു ഇഷ്ടം കണ്ടപ്പോഴേ. ബ്രോ ഇപ്പൊ ചെയ്യുന്ന കണ്ടപ്പോഴാ അയ്യോ ഭയങ്കര ഡിഫറൻസ് ആണ്. മറ്റേത് രണ്ടും കാണിച്ചു, മറ്റേതാണ് ഇങ്ങനെ, ഇതിലാണ് ഇങ്ങനെ. അത് നമ്മൾക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നീ ഒരു കല്യാണത്തിന് പോയി, നിന്റെ ഒരു റിലേറ്റീവ് ഒരു കൊച്ചു ചെറുക്കൻ ഒരു +1 പഠിക്കുന്ന ചെറുക്കൻ വന്നിട്ട് നീ ട്രേഡറാണെന്നറിയാം, നീ ട്രേഡറാണ്, ഇപ്പോൾ ഒരു ട്രേഡറാണെന്ന് വിചാരിക്കും, ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ELP ഒക്കെ ട്രേഡ് ചെയ്യുന്ന ട്രേഡറാണ്. നിന്റെ അടുത്ത് വന്നു, ചേട്ടൻ ട്രേഡറാണോ, എനിക്ക് കുറേ ആളും കൊണ്ട് ട്രേഡിങ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? കുറച്ച് ഒരു 2-3 സെന്റൻസിൽ പറ, എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത് നിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ? ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നീ ആ സമയത്ത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർ ആണെന്ന് നീ ഇപ്പൊ ചിന്തിക്കണം. എന്നാലും നീ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? അല്ല ഞാൻ അങ്ങനെ ട്രിക്ക് ചെയ്യാൻ ചോദിക്കുന്നതല്ല, ഡയറക്റ്റ് മൈൻഡ് വരുന്ന പറയാ. ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഇപ്പൊ ട്രേഡിങ് ഇപ്പൊ മാർക്കറ്റ് അതായത് സൊസൈറ്റിയിൽ ഒരുപാട് ട്രേഡ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ പഠിപ്പിക്കാനായിട്ട്.
അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ പറയണ ഒരു മെന്റർഷിപ്പ് കയറുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ വേണ്ടാന്ന് പറയുന്നത്. ഞാൻ അല്ലപ്പോ ഓർത്തേക്ക് ബ്രോ എന്ന് ഓർത്തേക്ക് ഇപ്പൊ ഞാനല്ലേ എത്തത്തില്ല. ഇപ്പൊ ഈ ഒരു എത്തത്തില്ല എന്ന് പറയുമ്പോൾ ഇനിയാണെങ്കിലും തന്നെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനാണെ ബ്രോ എടുത്തോ എനിക്ക് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീയൊന്നും ഇതിന്റെ ഡാർക്ക് സൈഡ് കണ്ടിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അസൂയ നിന്നോടൊക്കെ. പെട്ടെന്ന് ഈ സെറ്റപ്പ് കിട്ടിയല്ലോ. അതാ ഞാൻ പറയാം കൊച്ചുറക്കിന് വെറുതെ ഡാർക്ക് സൈഡ് കാണണം. ഞാൻ അതുകൊണ്ടായി പറയുന്നത്. ഞാൻ പറയാം നിങ്ങൾക്ക് അതേപോലെ ഡിസയർ ആയിട്ടിരുന്ന് നിങ്ങൾക്ക് കുത്തി, ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ കുറച്ച് മുന്നേ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടിൽ കൂടെ പോകാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പിന്റെ ഒരു മെന്ററിന്റെ ആവശ്യമില്ല. നിങ്ങളാണ് നിങ്ങളുടെ മെന്റർ. പക്ഷേ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടി നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ മെന്റർഷിപ്പിലേക്കൊക്കെ പോവുക. കാര്യം എല്ലാ സെറ്റപ്പും വർക്ക് ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ട്. എല്ലാം വർക്ക് ചെയ്യാതെ ഒരു സാധനം മാറി നിങ്ങൾ കണ്ണും പൂട്ടി ടോസ് ചെയ്തിട്ട് ഒരു കോയിൻ്റെ അടുത്ത് ടോസ് ചെയ്ത് ഹെഡ് ഓർ ടെയിൽ വന്ന ഷോർട്ട് ചെയ്യും, ഹെഡ് വന്ന ബൈ ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുവാണെങ്കിലും അതും സെറ്റപ്പാണ്. അതും വർക്ക് ചെയ്യും മാർക്കറ്റിൽ. ബിക്കോസ് പ്രോബബിലിറ്റി ഗെയിം, അത് ഫിസിക്സിനെ പറ്റി അതെടുത്തിരുന്ന് ഞാൻ ലെങ്ത് ആക്കുന്നില്ല. അപ്പം അതും വർക്ക് ചെയ്യും, ഇല്ലെന്നല്ല. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി അല്ല, സെറ്റപ്പ് ഇൻക്ലൂഡ് എവരിതിങ്. നിങ്ങളുടെ റിസ്ക് റിവാർഡ്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഹൗ യു തിങ്ക്, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ആൾക്കാർ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഈ സെയിം ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറയുന്നത് നീ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യും. നീ ക്ലീൻ ആയിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങുക. ആദ്യം വർക്കൗട്ട് ചെയ്യണം, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡിസിപ്ലിൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് നീ എൻ്റെ അടുത്തോ ഞാൻ നിന്നെ ട്രെയിനിങ് കൊടുക്കും എന്നായിരിക്കും ഞാൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? നീ ഇനി അങ്ങനെ ആരെയും കൊടുക്കണ്ടേ. കാര്യം ഇത്രയും ശരിയായിട്ടുള്ള ഒരാൾ നിന്റെ അടുത്ത് വരുവാണെങ്കിൽ നിനക്ക് ഒരു 2 മിനിറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ എടുക്കുന്നത്. കാര്യം ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ ഇത്ര കാര്യം പറഞ്ഞു കൊടുത്താലും അയാൾ വിന്നാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അത് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൾവേസ് ചൂസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇപ്പം ഞാൻ റൈറ്റ് മെന്ററിനെ, എല്ലാവരും റൈറ്റ് മെന്ററിനെ ചൂസ് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയാം, ഞാൻ ഒരാളെ മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിന്നെ അല്ലെ വേറെ ആൾ വരുന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അറിയാം എത്രത്തോളം ഞാൻ ഒരാൾ സംസാരിച്ചിട്ടാണ് എടുക്കുക എന്നുള്ളത്. ഞാൻ അത് ആദ്യം നോക്കുന്നത്. അയാളുടെ ആദ്യം സംസാരിക്കും, അയാൾ എങ്ങനെ, ഹൗ ദ വേ ഹി ടോക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എനിക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞൊരു ഇപ്പൊ പറഞ്ഞില്ലേ 9ാം ക്ലാസ്സിൽ പൈസക്കാണ് എടുക്കാം. അവനെ സത്യം പറഞ്ഞ അവനെ നോട്ട് ഇട്ടിട്ടുണ്ട്. അവൻ ആ ഒരു ചെറിയ ആ ഒരു മൈൻഡ് സെറ്റിൽ ആ ഒരു മൈൻഡ് പറഞ്ഞു. ആ സമയത്തൊക്കെ നമ്മൾ BP ഊതിക്കൊണ്ട് നടക്കുക. അതെ, ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു അവൻ ആ ഒരു സംഭവം ചിന്തിക്കണമെങ്കിൽ എനിക്ക് അവനോട് ഭയങ്കര ഒരു ആ പ്രായത്തിൽ ബാക്കിയുള്ള പിള്ളേർ ഇങ്ങനെ കിടക്കുമ്പോ ഇവൻ അത് തന്നെ അവനോട് പറഞ്ഞ അവന്റെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനത്തെ സംസാരമുള്ളവരൊക്കെ കുറവാ. അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു കുറച്ചുകൂടെ ബോധമുള്ളതായിരിക്കും. ഉണ്ടാ ശരിയാ. എല്ലാവരും ഇങ്ങനെ ഒരേ സ്കെയിലിൽ നമുക്ക് എടുത്തിടാൻ. ബ്രോ അറിഞ്ഞു എത്ര നാള് യൂട്യൂബിൽ നിന്നായിരിക്കും. അതെ, ഞാനും നീ എങ്ങനെ ഫൈൻഡ് ഔട്ട്? അതെ, പക്ഷെ അത് ഭാഗ്യം കേട്ടോ, സത്യം പറയാം. വേറെ എനിക്ക് സന്തോഷമുണ്ട്. അല്ലെ പിന്നെ നമുക്ക് മിക്കവർക്കും ഇത് ഭയങ്കര ഫ്രീയാ. കൂട്ടാനെ പോലെ ഉണ്ടാവും, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറയാം എന്നെ മെന്റർ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അണ്ണനും തമ്പി കാര്യം എന്താ, ലൈക്ക് ഞാനൊരു ഞാൻ ആരും ഒന്നും മെന്റ് ചെയ്യുന്നില്ല, ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാ പുള്ളിയെ കാണുന്നത്. ആദ്യമായിട്ട് കണ്ടാ പറയുമോ? നേരിട്ട് കാണുന്ന ആദ്യമായിട്ട്. കമ്പനി ഉണ്ട് എന്തോ. ഇന്നാലും രാവിലത്തെ ലൈവിൽ അഭിനും റോയലോട് ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നത്. വന്ന് വർക്കൗട്ട് തുടങ്ങി. അതങ്ങനെയാടാ ഇതിന്റെ ലൈക്ക് മൈൻഡ്. ട്രേഡിങ്ങിന്റെ ഒരു ബ്യൂട്ടി അതല്ലേ. അതന്നെ. ഞാൻ വീഡിയോ അധികം വലിച്ചു കിട്ടുന്നില്ല. ഞാൻ നോക്കട്ടെ എത്ര മിനിറ്റ് ആയിരുന്നു. ഇതാ എന്റെ ഒരു 43 മിനിറ്റ് കുറച്ചായിരുന്നു. അപ്പൊ ശരി എന്നാ വീഡിയോ കണ്ടിയാ ബാറ്റ് വേണമെങ്കിൽ നേരത്തെ പറയണം.